ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോബിൻ. ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്നത് ഇംഗ്ലീഷ് യാതൊരുവിധ സ്റ്റക്കും കൂടാതെ സ്പോണ്ടേനിയസ് ആയി, അതായത് ഫ്ലുവൻ്റായി സംസാരിക്കണം എന്നതാണ്. എന്നാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുവാനായി ശ്രമിക്കുമ്പോൾ കിട്ടിയ പല ഇൻഫർമേഷനുകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം ചില അവസരങ്ങളിൽ കൺഫ്യൂഷനിലേക്ക് എത്തിക്കാറുണ്ട്. എന്നാൽ ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഉള്ള റിയാലിറ്റിയും ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്കുള്ള പേടി മാറ്റിയെടുത്ത് ഇംഗ്ലീഷ് പഠിക്കുവാൻ എൻകറേജ് ചെയ്യുക എന്നതാണ് അക്കാഡമി ആഗ്രഹിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും. ഇത്തരത്തിലുള്ള നിരവധി ഇംഗ്ലീഷ് എൻകറേജ് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമി എന്ന ചാനലും മറ്റ് ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ തുടങ്ങിയ പേജുകളും ഫോളോ ചെയ്യുവാൻ മറക്കരുത്. ഇവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. കാരണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ അക്കാഡമിയുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസുകൾ പേടി കൂടാതെ പഠിക്കുവാനും റീഡിംഗ് ആൻഡ് റൈറ്റിംഗിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുവാനും ലിസണിംഗ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി അക്കാഡമിയുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയവരും കൂടാതെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എത്തിയവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോവുക എന്നത്. ആക്ച്വലി നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനോഹരമായി യാതൊരുവിധ തെറ്റും കൂടാതെ സംസാരിക്കുവാൻ കഴിയും. പിന്നീട് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ്മെൻ്റ് നേടിയെടുത്താൽ മതിയാകും. ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും അതിൻ്റെ സിഗ്നിഫിക്കൻറ്റിനെക്കുറിച്ചും മനസ്സിലാക്കിയാൽ മാത്രമേ ഇംഗ്ലീഷിൽ നമ്മൾ നേരിടുന്ന ഈ ഒരു ഡൗട്ട് ഉൾപ്പെടെ പല ഡൗട്ടുകളും ഓവർകം ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ ചില സിഗ്നിഫിക്കൻറ്റുകൾ മനസ്സിലാക്കി നമുക്ക് വിഷയത്തിലേക്ക് വേഗത്തിൽ വരാം. ഇംഗ്ലീഷ് ഭാഷ വിവിധ അക്സൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷാണ്. കൂടാതെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ പല അക്സൻറ്റുകൾ ഉപയോഗിച്ചു വരുന്നു. ഇങ്ങനെ വിവിധ അക്സൻറ്റുകളിൽ ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ രണ്ടായി ഉപയോഗിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഒന്ന് ഫോർമൽ ഇംഗ്ലീഷ് എന്നും രണ്ട് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്നും. ഫോർമൽ ഇംഗ്ലീഷ് എന്നാൽ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടെ ഗ്രാമാറ്റിക്കൽ ഓർഡറിൽ സെൻറ്റൻസുകളായി പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. IELTS, UKVA, OET തുടങ്ങിയ കോഴ്സുകൾ ഇതിൻ്റെ പരിധിയിൽ പെടുന്നു. ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അടുക്കും ചിട്ടയും കൂടാതെ ഫ്ലെക്സിബിളായ രീതിയിൽ പറയുന്നതിനെയാണ് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ്, നേറ്റീവ് ഇംഗ്ലീഷ് ഇവയൊക്കെയും ഇൻഫോർമൽ ഇംഗ്ലീഷിൻ്റെ പരിധിയിൽ വരുന്നു. ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ഇതിൽ ഏതാണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് കൃത്യമായ ലക്ഷ്യം തുടക്കത്തിലെ ഉണ്ടായിരിക്കണം. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ഏഷ്യൻ കൺട്രികളിൽ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ല മറിച്ച് ഇത്തരം രാജ്യങ്ങളിൽ ഇൻ്റർനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഫോർമൽ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല മറിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് കൺട്രികളിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, ഹയർ സ്റ്റഡി, മൈഗ്രേഷൻ എന്നിവ ആഗ്രഹിക്കുന്നവർ ഫോർമൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. ഇവയെപ്പറ്റി ഡീറ്റെയിൽ ആയി നെക്സ്റ്റ് വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഫോർമൽ ഇംഗ്ലീഷ് എന്നും എന്താണ് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്നും ജസ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്നത് ഇത് ഉപയോഗിക്കുന്ന രീതിയാണ്. ഏതൊരു ഭാഷ പോലെ തന്നെ ഇംഗ്ലീഷിനെയും നമുക്ക് എംഫസൈസ് ചെയ്യാതെയും യൂസ് ചെയ്യാം. എന്നാൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഹയർ റാങ്ക് ഒഫീഷ്യൽസ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിൽ എല്ലാം എംഫസൈസ് ചെയ്താണ് അവർ സംസാരിക്കുകയും ആശയം പങ്കിടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ കുറേ നാളുകളായി ഇംഗ്ലീഷ് പഠിക്കുന്നു, പക്ഷേ സംസാരിക്കുമ്പോൾ സ്റ്റക്ക് വരുന്നവർക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യം വളരെ വേഗത്തിൽ സ്പീക്കിങ്ങിൽ ഉൾപ്പെടുത്തി ഇംഗ്ലീഷ് മനോഹരമായി സംസാരിക്കുവാൻ കഴിയും. അതല്ല, അത്യാവശ്യം ഇംഗ്ലീഷ് വേർഡുകൾ അറിയാം, ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നിവരാണെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്പീക്കിംഗ് ടോണും സ്പീക്കിംഗ് ഋതവും മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്പമേ അറിയൂ എങ്കിലും അത് വെച്ച് ഇംഗ്ലീഷ് ഏതൊരു സാഹചര്യത്തിലും മറ്റൊരാളോട് സംസാരിക്കുവാനും നിങ്ങൾ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് തോന്നുവാനും ഇടയാകും. ഇവ എങ്ങനെ സ്പീക്കിങ്ങിൽ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. അതിനായി നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. നീ അവിടെ പോകാറുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുന്നു. മറുപടി, ഞാൻ അവിടെ പോകാറുണ്ട്. ഇതിനെ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ വിവിധ രീതിയിൽ പറയാമെന്ന് നോക്കാം. ഡു യു ഗോ ദെയർ? നീ അവിടെ പോകാറുണ്ടോ? ഇതിനെ നമുക്ക് ഇനി പറയുവാൻ പോകുന്ന രീതിയിൽ ഉത്തരം പറയുവാൻ കഴിയും. ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ പറയാം. ഒന്ന്, ഐ ഡു ഗോ ദെയർ, ഞാൻ അവിടെ പോകാറുണ്ട് എന്നും, അല്ലെങ്കിൽ യെസ് ഐ ഡു ഗോ ദെയർ, അതെ ഞാൻ അവിടെ പോകാറുണ്ട് എന്നും ഉത്തരം പറയാം. എന്നാൽ ഈ ഉത്തരങ്ങൾ ആ ചോദ്യത്തിന് മറുപടി എന്ന് വേണം പറയണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ ആൻസർ പറയുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ പറയുവാൻ അറിയാത്തവർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സിമ്പിളായി ഇതിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയും. പക്ഷേ ചോദ്യം മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കണം. ഈ ഒരു ചോദ്യത്തെ നമുക്ക് അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. നീ പോകാറുണ്ടോ? ഉത്തരം, ഐ ഡു. ഐ പറഞ്ഞിട്ട് 2 സെക്കൻഡ്സ് ഗ്യാപ്പിന് ശേഷം ഡു പറയുക. ഐ ഡു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ഐ നോർമൽ ടോണിൽ പറഞ്ഞിട്ട് ഡു അല്പം എംഫസൈസ് ചെയ്ത് പറയുക. അപ്പോൾ മറ്റേ ആൾക്ക് ഞാൻ പോകാറുണ്ട് എന്ന് നന്നായി മനസ്സിലാകും. അടുത്ത ഉദാഹരണം നോക്കാം. ഐ ഡു ഗോ. ഐ ഡു പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പിന് ശേഷം ഡു. ഐ ഡു ഗോ. ഞാൻ പോകാറുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആൾക്ക് എന്താണ് തോന്നുന്നത്? സ്റ്റൈലായിട്ടാണല്ലോ ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന്. പക്ഷെ നമുക്കല്ലേ അറിയൂ, ഇംഗ്ലീഷ് പറയുവാൻ സ്റ്റക്കാകുന്നത് കൊണ്ട് നമ്മൾ വാക്കുകൾ പറയുമ്പോൾ ഗ്യാപ്പ് ഇട്ട് പറയുന്നതാണെന്ന്. ഐ ഡു ഗോ എന്നതിന് മറ്റൊരു രീതിയിലും പറയാം. ഐ ഡു ഗോ. ഐ പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഡു പറയുക. ഡു പറഞ്ഞതിന് ശേഷം ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഗോ പറയുക. ഐ ഡു ഗോ. ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആൾക്ക് നമ്മുടെ സംസാരത്തിൻ്റെ ടോണും ഋതവും മാറുമ്പോൾ അതിൽ പൊളൈറ്റ്നെസ് ഫീൽ ചെയ്യും. കൂടാതെ സ്റ്റൈലിഷും ആയിരിക്കും. നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. ഐ ഡു ഗോ ദെയർ. ഐ ഡു പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, എന്നിട്ട് ഗോ ദെയർ. അല്ലെങ്കിൽ ഐ ഡു ഗോ ഒരുമിച്ച് പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞ് ദെയർ. സിമ്പിൾ. ഇവിടെ നമ്മൾ ടോണും ഋതവും മാറ്റി. അപ്പോൾ നമ്മളെ കേൾക്കുന്ന ആൾക്ക് നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ അത്ര ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയും ഇല്ല. മാത്രമല്ല നമുക്ക് അടുത്ത വാക്ക് ആലോചിക്കുവാൻ ആയിട്ടുള്ള ചെറിയ ഗ്യാപ്പും കിട്ടും. നമുക്ക് ഇപ്പറഞ്ഞവയെ മറ്റു രീതിയിലും പറയാം. ഐ ഡു ഗോ ദെയർ. ഐ പറഞ്ഞതിന് ശേഷം ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഡു ഗോ ദെയർ എന്ന് ഒറ്റ വാക്കിൽ പറയുക. ഐ ഡു ഗോ ദെയർ. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. നീ പോകാറുണ്ടോ? അതിനുത്തരമായി നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അത് തെറ്റൊന്നുമല്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോൺഫിഡൻസ് കുറയ്ക്കുകയും ഗ്രാജുവലി ഇംഗ്ലീഷ് സംസാരിക്കാൻ മടി തോന്നിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് കൂടെ പറയുന്നത് ഏറ്റവും നന്നായിരിക്കും. ബിഗിനേഴ്സ് ലെവലിൽ യെസ് ഓർ നോ എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നീട് ധാരാളം പ്രാക്ടീസ് ചെയ്ത് സെൻറ്റൻസുകൾ ആക്കി പറയുവാൻ ശ്രമിക്കുക. അടുത്ത ഉദാഹരണം നോക്കാം. നീ പോകാറുണ്ടോ? യെസ് ഐ ഡു. അതിനർത്ഥം അതെ ഞാൻ പോകാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? യെസ് പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, എന്നിട്ട് ഐ ഡു ഒരുമിച്ച് പറഞ്ഞു. യെസ് ഐ ഡു. നെക്സ്റ്റ് ഉദാഹരണം നോക്കാം. നീ പോകാറുണ്ടോ? യെസ് ഐ ഡു ഗോ. അതെ ഞാൻ പോകാറുണ്ട്. യെസ് പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഐ ഡു ചേർത്ത് പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഗോ. സിമ്പിൾ കാര്യം. യെസ് ഐ ഡു ഗോ. അടുത്ത ഉദാഹരണം നോക്കാം. നീ പോകാറുണ്ടോ?
യെസ് ഐ ഡു ഗോ ദെയർ. അതെ, ഞാൻ അവിടെ പോകാറുണ്ട്. ഇവിടെ യെസ് പറഞ്ഞതിന് ശേഷം ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഐ ഡു ചേർത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഗ്യാപ്പ്, അതിനുശേഷം ഗോ ദെയർ ഒരുമിച്ച്. യെസ് ഐ ഡു ഗോ ദെയർ. കൂടാതെ യെസ് ഐ ഡു ഗോ ദെയർ എന്നും പറയാം. യെസ് പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, ഐ ഡു ഗോ ഒരുമിച്ച് പറഞ്ഞിട്ട് ഗ്യാപ്പ്, അതിനുശേഷം ദെയർ. യെസ് ഐ ഡു ഗോ ദെയർ. ഇത് മറ്റൊരു രീതിയിലും പറയാം. യെസ് ഐ ഡു ഗോ ദെയർ. അതായത് യെസിന് ശേഷം ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഐ ഡു ഗോ ദെയർ ഒരുമിച്ച് പറയുക. യെസ് ഐ ഡു ഗോ ദെയർ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലുള്ള ലെവൽ അനുസരിച്ച് നമ്മുടെ സംസാരത്തിലെ ടോണും ഋതവും ജസ്റ്റ് ചേഞ്ച് ചെയ്ത് സംസാരിക്കുന്നു, അത്രമാത്രം. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം മനോഹരമായി തീരും. എന്നാൽ ഇത്തരത്തിൽ ടോണും ഋതവും ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ അധികം ഗ്യാപ്പ് ഇടുവാനും പാടില്ല. ഇക്കാര്യം നന്നായി ശ്രദ്ധിച്ച് ഇവ നന്നായി പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് അല്പം കൂടെ വ്യക്തമായി പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടൈം എക്സ്പ്രഷനും കൂടെ ചേർത്ത് സംസാരിക്കാവുന്നതാണ്. ടൈം എക്സ്പ്രഷൻ പറയുമ്പോൾ ഗ്യാപ്പിട്ട് പറയുക. നമുക്ക് ടൈം എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. നീ പോകാറുണ്ടോ? ഐ ഡു ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ഐ ഡു. ഞാൻ ദിവസവും പോകാറുണ്ട് എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ ഡു ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം ഗ്യാപ്പ്, അതിനുശേഷം ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ആദ്യം പറഞ്ഞതിന് ശേഷം ചെറിയ ഗ്യാപ്പ്, പിന്നെ ഐ ഡു ഒരുമിച്ച്. നീ പോകാറുണ്ടോ? ഐ ഡു ഗോ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ഐ ഡു ഗോ. ഞാൻ ദിവസവും പോകാറുണ്ട്. ഐ ഡു ഗോ ഒരുമിച്ച് പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, പിന്നെ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ആദ്യം പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, എന്നിട്ട് ഐ ഡു ഗോ ഒരുമിച്ച് പറയുക. ഇതിനെ വീണ്ടും വേറെ സ്റ്റൈലിലും പറയാം. ഐ ഡു ഗോ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ഐ ഡു ഗോ. അതായത് ഐ ഡു ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം ഗ്യാപ്പ്, പിന്നെ ഗോ, വീണ്ടും ചെറിയ ഗ്യാപ്പ്, അതിനുശേഷം ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ആദ്യം പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, എന്നിട്ട് ഐ ഡു ഒരുമിച്ച് പറഞ്ഞിട്ട് വീണ്ടും ഗ്യാപ്പ്, പിന്നെ ഗോ. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്പീക്കിംഗ് സ്റ്റൈലും കണ്ടെത്തുവാൻ എപ്പോഴും ശ്രമിക്കുക. മറ്റൊരു ഉദാഹരണം, ഐ ഡു ഗോ ദെയർ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ഐ ഡു ഗോ ദെയർ എന്നതിനെ പല സ്റ്റൈലിലും ഋതത്തിലും ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഐ ഡു ഗോ ദെയർ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ഐ ഡു ഗോ ദെയർ. ഇവിടെ ശ്രദ്ധിച്ചാൽ ഐ ഡു ഗോ ദെയർ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഗ്യാപ്പ്, പിന്നെ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ആദ്യം പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ്, എന്നിട്ട് ഐ ഡു ഗോ ദെയർ ഒരുമിച്ച് പറയുക. ഇതിനെ മറ്റൊരു സ്റ്റൈലിലും പറയാം. ഐ ഡു ഗോ ദെയർ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ഐ ഡു ഗോ ദെയർ. ഐ ഡു ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം ഗോ ദെയർ ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി പറഞ്ഞതിന് ശേഷം ഐ ഡു ഗോ ഒരുമിച്ച് പറയുക, അതിനുശേഷം ഗോ ദെയർ ഒരുമിച്ച് പറയുക. ഐ ഡു ഗോ ദെയർ ഡെയിലി എന്നതിന് മറ്റൊരു സ്റ്റൈലിലും പറയാം. ഐ ഡു ഗോ ദെയർ ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി ഐ ഡു ഗോ ദെയർ. അതായത് ഐ ഡു ഗോ എന്ന് ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം ഗ്യാപ്പ്, പിന്നെ ദെയർ, അതിനുശേഷം വീണ്ടും ഗ്യാപ്പ്, അതിനുശേഷം ഡെയിലി, അല്ലെങ്കിൽ ഡെയിലി പറഞ്ഞതിന് ശേഷം ഗ്യാപ്പ്, അതിനുശേഷം ഐ ഡു ഗോ ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ഗ്യാപ്പ്, പിന്നെ ദെയർ. ഇങ്ങനെ നമുക്കറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് ടോണും ഋതവും ചേഞ്ച് ചെയ്ത് മനോഹരമായി ഉപയോഗിച്ച് നമ്മുടെ സ്പീക്കിംഗ് മനോഹരമാക്കി മാറ്റിയെടുക്കാം. ഈ ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരാൾ നമ്മളോട് നിങ്ങൾ പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ടോണും ഋതവും ജസ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ സ്പീക്കിംഗ് സ്റ്റൈൽ ടോട്ടലി മാറിയത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണെന്ന് തോന്നും. ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ച് നോക്കിക്കോ. നിങ്ങളുടെ ഇംഗ്ലീഷ് തെറ്റിപ്പോകുന്നില്ല. കാരണം
പോകാറുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ എത്ര രീതിയിലാണ് ഉത്തരം പറഞ്ഞത്? 1 ഐ ഡു, 2 ഐ ഡു ഗോ, 3 ഐ ഡു ഗോ, 4 ഐ ഡു ഗോ ദെയർ, 5 ഐ ഡു ഗോ ദെയർ, 6 യെസ് അല്ലെങ്കിൽ നോ, 7 യെസ് ഐ ഡു, 8 യെസ് ഐ ഡു ഗോ, 9 യെസ് ഐ ഡു ഗോ ദെയർ, 10 യെസ് ഐ ഡു ഗോ ദെയർ, 11 യെസ് ഐ ഡു ഗോ ദെയർ, 12 ഐ ഡു ഡെയിലി, 13 ഡെയിലി ഐ ഡു, 14 ഐ ഡു ഗോ ഡെയിലി, 15 ഡെയിലി ഐ ഡു ഗോ, 16 ഐ ഡു ഗോ ഡെയിലി, 17 ഡെയിലി ഐ ഡു ഗോ, 18 ഐ ഡു ഗോ ദെയർ ഡെയിലി, 19 ഡെയിലി ഐ ഡു ഗോ ദെയർ, 20 ഐ ഡു ഗോ ദെയർ, 21 ഡെയിലി ഐ ഡു ഗോ ദെയർ, 22 ഐ ഡു ഗോ ദെയർ ഡെയിലി, 23 ഡെയിലി ഐ ഡു ഗോ ദെയർ എന്നിങ്ങനെ 23 രീതിയിൽ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചു കൊള്ളുക. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ കൂടി ആയിരിക്കും പറയുക. അത് ഒരു പക്ഷേ ചെറിയ സെൻറ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ 4-5 വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള സെൻറ്റൻസ് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോകും എന്ന പേടി വേണ്ട. ധൈര്യമായി സംസാരിച്ച് തുടങ്ങിക്കൊള്ളുക. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഈ ഒരു ചാനൽ പരിചയപ്പെടുത്തുക. കൂടാതെ അക്കാഡമിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടെ ഫോളോ ചെയ്യണം. അതിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. അക്കാഡമിയെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.